ഇപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഇതിൻ്റെ ഫയർ ഫൈറ്റിങ്ങിനായിട്ട് ഉപയോഗിച്ച ഇത്രയും എമൗണ്ട് ഓഫ് വാട്ടർ ഇതിൻ്റെ ഉള്ളിലോട്ട് പമ്പ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാർഗോ ഹോൾഡിലെല്ലാം ഈ വെള്ളം പോവുകയും, കാര്യം ഈ വെള്ളമാണ് നമുക്ക് ഇതിന് ഫയർ ഫൈറ്റിംഗ് മീഡിയ ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ചെല്ലുമ്പോൾ ഒരു കാർഗോ ഹോൾഡിൽ വെള്ളം നിറയുമ്പോൾ ഇതിന് സ്വാഭാവികമായും ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ആവുകയും ഒരു കപ്പലിന് അധികം അധികം അപകടമില്ലാത്ത രീതിയിൽ 15 ഡിഗ്രി ലിസ്റ്റ് ഒരു വലിയ അപകടമില്ലാത്തൊരു സ്ഥിതി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ പറയുന്ന ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന 2 കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകളും ഇവർക്ക് വളരെ കൃത്യമായ പ്ലാനുകൾ ഉണ്ടാവും ഈ കപ്പലിൽ എങ്ങനെയാണ് ഫയർ ഫൈറ്റിംഗ് നടത്തേണ്ടതെന്നും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്തെന്നുള്ളതാണ് ഒരു റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷെ പൂർണ്ണമായും ഇതിൻ്റെ ഉള്ളിലുള്ള ഹോട്ട്സ്പോട്ട്സ് എല്ലാം എലിമിനേറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഫയർ ഫൈറ്റിംഗ് കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടിയ, ഇപ്പോൾ നമ്മുടെ ഒരു പാനലിസ്റ്റ് പറഞ്ഞതുപോലെ, ഈ കപ്പലിൽ ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വഴി ഒരു കേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കപ്പൽ നമ്മുടെ കോസ്റ്റിൽ നിന്നും നടുകടലിലോട്ട് ടോ ചെയ്ത് കൊണ്ടുപോയാൽ അവിടെ ചെല്ലുന്ന ഇപ്പം ഈ അഗ്നിശമന പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അത് ചെയ്ത് ഇത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന അധികം സ്റ്റെബിലിറ്റി കൺസേൺ ഇല്ലാതെ നമുക്ക് ഈ കപ്പൽ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ഒരു നിഗമനം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ കരയിൽ തീ അണയ്ക്കുന്നത് പോലെ അല്ല അതിൽ തീ അണയ്ക്കുന്നത്. അതിനും ഉപരി വളരെയധികം അപകട സാധ്യതയും അത്രയേറെ ഉൽപ്പന്നങ്ങളാണ് അതിനുള്ളിലുള്ളത്. അപ്പോൾ ഈ ഒരു അപകട സാധ്യത മുൻനിർത്തി വേണം, എല്ലാ വശങ്ങളും നോക്കിയിട്ട് വേണം ഈ ഒരു രക്ഷാ ദൗത്യം ഏറ്റെടുക്കുന്നതും നടപ്പാക്കുന്നതുമൊക്കെ. മറ്റേതെങ്കിലും സാധ്യതകൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഹെലികോപ്റ്റർ വഴി അത്തരത്തിലുള്ള ഏതെങ്കിലും സാധ്യതകൾ, അങ്ങനെ എന്തെങ്കിലും സാധ്യത ഇനി മുന്നിലുള്ളതാണോ, അതോ അതെല്ലാം പരീക്ഷിക്കുകയാണോ? ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു സീക്വൻസ് ഓഫ് എക്സ്പ്ലോഷൻസിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഈ പറയുന്ന ഫയർ ഫൈറ്റിംഗ് മെത്തഡിൽ വീണ്ടും ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായതായിട്ട് ഒരു റിപ്പോർട്ട് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കേസിൽ ഫയർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്റ്റിങ്ക്വിഷ് ആയില്ലെങ്കിലും വളരെയധികം കൺട്രോൾ കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് ലേറ്റസ്റ്റ് കോസ്റ്റ് ഗാർഡ് നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന ബൗണ്ടറി കൂളിങ്ങോ, അത് ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്ന വെള്ളം ഉപയോഗിച്ച് കൂളിംഗ് മെത്തേഡ് ഉപയോഗിച്ച് അധികം ലിസ്റ്റ് ക്രിയേറ്റ് ആവാതെ, ഈ കൂടുതൽ ലിസ്റ്റ് വന്ന ആംഗിൾ ഓഫ് ലോൾ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലോട്ടൊക്കെ പോകാതെ നമുക്ക് ഈ കപ്പൽ ചെയ്ത് നടുകടലിൽ കൊണ്ടുപോയി ഇവിടെ നിന്നുള്ള എൻവയറമെന്റൽ, ഈ കോസ്റ്റൽ ഏരിയാസിലുള്ള എൻവയറമെന്റൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു മാർഗം. ശരി.